നല്ലപോലെ പഴുത്ത പഴം കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. പഴുത്ത പഴം കഴിക്കാൻ എല്ലാവർക്കും മടിയായിരിക്കും അല്ലേ? പക്ഷേ ഈ ഒരു പഴുത്ത പഴം വെച്ചിട്ട് നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു സ്വീറ്റ് ഉണ്ടാക്കിയെടുക്കാം. ഇത് നമുക്ക് മാസങ്ങളോളം സൂക്ഷിച്ച് വെക്കുകയും ചെയ്യാം കേട്ടോ. നല്ല ടേസ്റ്റിയാണ്, ഹെൽത്തി ആയിട്ടുള്ളൊരു സ്വീറ്റാണ്. അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കിയെടുക്കുന്നത് നോക്കാം. ഞാനിപ്പോൾ ഇവിടെ ഒരു 3 പഴുത്ത പഴമായിട്ട് എടുത്തിട്ടുള്ളത്. ഈ ഒരു പഴത്തിൻ്റെ തൊലി കളഞ്ഞിട്ട് ചെറിയ പീസായിട്ട് കട്ട് ചെയ്തിട്ടൊന്ന് മാറ്റി വെക്കുകയാണ്. ഇനി നമുക്കിതിലേക്ക് മധുരത്തിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 3 പീസ് ശർക്കര എടുത്തിട്ടുണ്ട്. 250 ഗ്രാം ശർക്കരയായിട്ട് എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് ഒരു 3/4 ഗ്ലാസ് വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് ശർക്കരപ്പാനി റെഡിയാക്കി എടുക്കുകയാണ്. ഈ ഒരു ശർക്കരപ്പാനി ഒന്ന് തണുക്കാൻ വേണ്ടിയിട്ടൊന്ന് മാറ്റി വെക്കാം. ഞാൻ വേറൊരു നോൺ സ്റ്റിക്കിൻ്റെ പാൻ ഒന്ന് ചൂടാകാൻ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കുകയാണ്. നെയ്യ് ഒന്ന് ചൂടായിട്ട് വരുമ്പോൾ ഇതിലേക്കൊരു 4 ടേബിൾ സ്പൂൺ അല്ലെങ്കിൽ ഒരു 1/2 കപ്പ് അളവിൽ തേങ്ങ ചേർത്ത് കൊടുക്കാം. ഈ ഒരു തേങ്ങ നന്നായിട്ടൊന്ന് ഫ്രൈ ആക്കി എടുക്കുക കേട്ടോ. നല്ലൊരു ഗോൾഡൻ കളർ ആവുന്ന വരെ നന്നായിട്ടൊന്ന് ഫ്രൈ ആക്കി എടുക്കുക. ഈ ഒരു തേങ്ങ ഇതുപോലെ നന്നായിട്ട് ഫ്രൈ ആയി കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു നെയ്യിൽ നിന്ന് എടുത്തിട്ട് കോരി മാറ്റാം. ഇനി ഈ നെയ്യിലേക്ക് തന്നെ നമുക്ക് 1 ടേബിൾ സ്പൂണും കൂടെ നെയ്യ് ഒഴിച്ചു കൊടുക്കുകയാണ്. ഇതിലേക്ക് ഞാൻ 2 ക്യാരറ്റ് എടുത്തിട്ടുണ്ട് കേട്ടോ. വലിയ ക്യാരറ്റാണ് എടുത്തിട്ടുള്ളത്. ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തിട്ടാണ് എടുത്തിട്ടുള്ളത്. ഒരു ക്യാരറ്റ് ഇട്ട് കൊടുത്തിട്ട് ഈ നെയ്യിൽ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക കേട്ടോ. 2-3 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടൊന്ന് വഴറ്റിയെടുക്കുക. നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള നേന്ത്രപ്പഴം ഉണ്ടല്ലോ, അത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ശർക്കരപ്പാനിയും കൂടെ ഒന്ന് അരിച്ചിട്ട് ഒഴിച്ചു കൊടുക്കുക. ശർക്കരപ്പാനി നന്നായിട്ട് തണുത്ത ശേഷം മാത്രം മിക്സിയുടെ ജാറിലേക്ക് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് അരച്ച് പേസ്റ്റ് ആക്കി എടുക്കുക കേട്ടോ. ഈ അരച്ചെടുത്തിട്ടുള്ള പേസ്റ്റും കൂടെ നമുക്ക് ഈ ഒരു ക്യാരറ്റിലേക്ക് ചേർത്ത് കൊടുക്കാം. ഈ ഒരു ക്യാരറ്റും ഈ ഒരു പഴത്തിൻ്റെ മിക്സും കൂടെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക കേട്ടോ. നമ്മൾ ഇനി വഴറ്റിയെടുക്കുന്ന സമയത്ത് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ വഴറ്റിയെടുക്കുക കേട്ടോ. അപ്പോൾ ക്യാരറ്റ് ഞാനൊരു 3 മിനിറ്റ് വഴറ്റിയെടുത്തിട്ടുള്ളൂ. അതിന് ശേഷമായിട്ട് ഒരു പഴത്തിൻ്റെ മിക്സ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഇനിയൊരു പഴത്തിൻ്റെ മിക്സും കൂടെ നന്നായിട്ടൊന്ന് വഴന്ന് വരണം. അപ്പോൾ നമ്മൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഇല്ലെങ്കിൽ ഒരു പഴത്തിൻ്റെ പച്ച ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. നമ്മൾ വേഗം ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് വഴറ്റിയെടുത്താൽ പെട്ടെന്ന് വറ്റി കിട്ടും, പക്ഷേ ആ ഒരു പഴത്തിൻ്റെ പച്ച ടേസ്റ്റ് ഉണ്ടാവും. പഴത്തിൻ്റെ ഒരു മിക്സ് ഈ ഒരു പാകത്തിന് ഒന്ന് വറ്റി വരുന്ന സമയത്ത് ഏകദേശം ഒന്ന് കളറൊന്നും ഇങ്ങനെ ചേഞ്ച് ആയി വരുന്ന സമയത്ത് നമുക്കൊരു ടീസ്പൂണും കൂടെ നെയ്യ് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. പിന്നെ ഇതിലേക്ക് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള തേങ്ങ ഉണ്ടല്ലോ, അതിട്ട് കൊടുക്കുകയാണ്. പിന്നെ ഇതിലേക്കൊരു 1/4 ടീസ്പൂൺ ഏലക്കാപ്പൊടിയും ഒരു 1/4 ടീസ്പൂൺ ചെറിയ ജീരകം വറുത്ത് പൊടിച്ചതും ചേർത്ത് കൊടുക്കുകയാണ്. പിന്നെ ഈ ഒരു മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു നുള്ളുപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമ്മൾ കുറച്ച് സമയം കൂടെ ഒന്ന് വഴറ്റിയെടുക്കുക കേട്ടോ. ഒരു 5-6 മിനിറ്റും കൂടെ ഒന്ന് വഴറ്റിയെടുക്കുക. അപ്പോഴേക്കും ഇത് കുറച്ചും കൂടെ ഒന്ന് കളറൊക്കെ മാറിയിട്ട് നന്നായിട്ട് ഇങ്ങനെ വറ്റി ഡ്രൈ ആയിട്ട് വരും. ആ ഒരു സമയത്ത് 1 ടീസ്പൂണും കൂടെ നെയ്യ് ചേർത്ത് കൊടുക്കുകയാണ്. നെയ്യ് നമ്മൾ 2-3 പ്രാവശ്യമായിട്ട് 1 ടീസ്പൂൺ ചേർത്ത് കൊടുക്കാനുണ്ട്. അപ്പോൾ ഈ ഒരു പഴത്തിൻ്റെ മിക്സ് ഈ ഒരു പാനിൽ നിന്ന് ഇങ്ങനെ വിട്ട് വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് കുറച്ച് കാഷ്യൂനട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാനൊരു 2 ടേബിൾ സ്പൂൺ കാഷ്യൂനട്ട് ചെറുതാക്കി മുറിച്ചെടുത്തിട്ടുള്ളതാണ്. അതും കൂടെ ഇട്ട് കൊടുത്തിട്ട് ഒന്നും കൂടെ ഒന്ന് വഴറ്റിയെടുക്കണം കേട്ടോ. ഇനി ഇതിലേക്ക് 1 ടീസ്പൂണും കൂടെ നെയ്യ് ഒഴിച്ചു കൊടുക്കണം. കാരണം നമ്മളിതിങ്ങനെ പാനിൽ നിന്ന് വിട്ട് വരുന്ന സമയത്ത് നമ്മളൊരു അല്പം നെയ്യ് ഒഴിച്ചു കൊടുത്താൽ ഇത് പെട്ടെന്ന് ഡ്രൈ ആയി കിട്ടും. പിന്നെ അതുപോലെ നല്ല ടേസ്റ്റും ആയിരിക്കും കേട്ടോ. നെയ്യിൻ്റെ നല്ല ടേസ്റ്റും ഉണ്ടാവും. അപ്പോൾ മൊത്തത്തിൽ നമുക്കിതൊരു അരമണിക്കൂറാണ് കേട്ടോ നമുക്കിതൊന്നും ഇങ്ങനെ വഴറ്റിയെടുക്കാൻ എടുക്കുന്ന ടൈം. അപ്പോൾ ഈ ഒരു പഴത്തിൻ്റെ മിക്സ് ഈ ഒരു പാനിൽ നിന്ന് നന്നായിട്ട് ഇങ്ങനെ വിട്ട് വരുന്നുണ്ട് കേട്ടോ. നമുക്കിതിങ്ങനെ ഇളക്കാൻ ബുദ്ധിമുട്ടായി വരും. പിന്നെ അതുപോലെ തന്നെ ഈ ഒരു പാനിൽ നന്നായിട്ട് ഇങ്ങനെ വിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഇത് കുക്കായിട്ടുണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ട് നമ്മളിതൊന്ന് തൊട്ട് നോക്കുന്ന സമയത്ത് നമ്മൾ കയ്യിൽ ഒട്ടി പിടിക്കൂല കേട്ടോ. ഇത് കറക്റ്റ് പരുവാണ്. അപ്പോൾ മൊത്തത്തിൽ നമുക്കൊരു അരമണിക്കൂറാണ് കേട്ടോ ഇത് കുക്ക് ചെയ്തെടുക്കാൻ എടുത്തിട്ടുള്ള ടൈം. ഇനി നമുക്കിതൊന്ന് സെറ്റ് ആവാൻ വേണ്ടിയിട്ടൊന്ന് മാറ്റി വെക്കാം. അപ്പോൾ നമുക്കിത് ഇഷ്ടമുള്ള ഷേപ്പിലാക്കി എടുക്കാം കേട്ടോ. നിങ്ങൾക്കിത് ബോൾസ് ആക്കിയിട്ട് വേണമെങ്കിൽ അങ്ങനെ എടുക്കാം. ഞാനിപ്പോൾ ഇതൊരു ഹലുവൻ്റെ ഷേപ്പിലാക്കിയിട്ട് എടുക്കുന്നത് കേട്ടോ. അതുകൊണ്ട് തന്നെ ഞാനൊരു ട്രേയിൽ നെയ്യൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിലേക്കാണ് കേട്ടോ നമ്മൾ ഈ ഒരു മിക്സ് ഇട്ട് കൊടുക്കുന്നത്. എന്നിട്ട് നമ്മളൊരു സ്പൂൺ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ലെവൽ ചെയ്ത് കൊടുക്കുകയാണ്. ഇനി ഇതൊന്ന് തണുക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കുകയാണ്. നമ്മൾ റൂം ടെമ്പറേച്ചറിൽ വെച്ചിട്ട് തന്നെ തണുപ്പിച്ചെടുത്താൽ മതി കേട്ടോ. നമ്മൾ ബോൾസ് ആക്കിയിട്ട് എടുക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് കൈ വെച്ച് ഉരുട്ടാൻ പറ്റുന്ന ആ ഒരു ചൂടാവുന്ന സമയത്ത് നമുക്ക് കയ്യിലൊരു അല്പം നെയ്യാക്കിയിട്ട് ബോൾസിൻ്റെ ഷേപ്പിലാക്കി എടുത്താൽ മതി. അപ്പോൾ അത് 1 മണിക്കൂറിന് ശേഷമാണ് ഞാനിത് പുറത്തെടുക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് ഇതൊരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം. നമ്മൾ സാധാരണ ഉണ്ടാക്കുന്ന ഹലുവ പോലെ തന്നെ നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. നമ്മളിതിൽ ശർക്കരയൊക്കെ ചേർത്ത് കൊടുത്തുകൊണ്ട് തന്നെ ഹെൽത്തിയാണ്. പിന്നെ അതുപോലെ തന്നെ നമ്മളിതിൽ ക്യാരറ്റും തേങ്ങ വറുത്തൊക്കെ ചേർത്ത് കൊടുത്തുകൊണ്ട് നമ്മളിതിങ്ങനെ കഴിക്കുന്ന സമയത്ത് അതിങ്ങനെ കടിക്കാനും കൂടെ കിട്ടുമ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടും ഹെൽത്തി ആയിട്ട് നമുക്ക് കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ പറ്റുന്ന ഒരു ഹലുവയാണിത്. അപ്പോൾ നിങ്ങൾ ഈ രീതിയിൽ ഇതുവരെ ഉണ്ടാക്കി നോക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ എന്തായാലും ഉണ്ടാക്കി നോക്കുക. നമ്മളിതിങ്ങനെ ഉണ്ടാക്കിയിട്ട് ഫ്രിഡ്ജിൽ സൂക്ഷിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് 1-2 മാസം വരെയൊക്കെ ഉപയോഗിക്കാം കേട്ടോ. പഴമൊക്കെ ഇനി കൂടുതലായിട്ട് പഴുത്ത സമയത്ത് നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ട് ഇതിൻ്റെ അഭിപ്രായം അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്ത നല്ല റെസിപ്പി ആയിട്ട് കാണാം.